Welcome to all. I am Satish Kumar. വയറിംഗ് മെയിൻ്റനൻസ് ആൻഡ് ടെക്നിക്സ് എന്ന പോർഷന്റെ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന വീഡിയോയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഈ വീഡിയോയിൽ തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ വീഡിയോയിലെ ക്വസ്റ്റ്യൻസിന്റെ ആൻസർ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഉത്തരങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ ഇതാണ്: ഈ സ്വിച്ചിന്റെ പേര് പറയാമോ? ഞാൻ ഇമേജ് കാണിക്കാം. ഇതാണ് നമ്മുടെ സ്വിച്ച്. ഇങ്ങനെ ഒരു സ്വിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ സ്വിച്ച് ഏത് ടൈപ്പ് സ്വിച്ചാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഇതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് നമുക്ക് നോക്കാം. നമുക്ക് ഓപ്ഷൻസിലേക്ക് പോകാം. ഫസ്റ്റ് ഓപ്ഷൻ എ TPDT, ബി DPDT, സി TPST, ഡി SPDT. ഈ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് കഴിഞ്ഞ ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് പോകാം. ചോദ്യം ഏതാണ് എന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു പാനൽ ബോർഡ്, ഒരു കൺട്രോൾ പാനൽ ബോർഡ് കാണിച്ചിട്ട് അത് ഏത് മോട്ടറിനാണ് ഇങ്ങനെയുള്ള ഒരു പാനൽ ബോർഡ് വരുന്നതെന്ന് പേര് പറയാമോ എന്നാണ് ചോദിച്ചിരുന്നത്. ഉത്തരം 3 phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോർ. 3 phase സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിനാണ് ഇങ്ങനെയുള്ള പാനൽ വരുന്നത്. അതായത് അതിനകത്ത് KLM എന്ന റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് റോട്ടർ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് AC മോട്ടോറിന്റെ സ്പീഡ് വേരിയേഷൻ എന്ന് പറയുന്ന ഒരു കടമ്പ നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് കിടക്കാൻ പറ്റും. കാര്യം നമുക്ക് റോട്ടർ റെസിസ്റ്റൻസ് വഴി നമുക്ക് സ്പീഡ് വേരി ചെയ്യാൻ പറ്റും. ശരിക്കും ഒരു AC മോട്ടോറിന്റെ സ്പീഡ് വേരി ചെയ്യണമെങ്കിൽ നമ്മൾ അതിന്റെ 120f/p എന്നുള്ള ആ ഇക്വേഷൻ പ്രകാരം നമ്മൾ അതിന്റെ ഫ്രീക്വൻസി ഫ്രീക്വൻസി കൺവെർട്ടറാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടോറിന് റോട്ടർ റെസിസ്റ്റൻസ് സ്റ്റാർട്ടർ ഉപയോഗിച്ചിട്ട് തന്നെ സ്പീഡ് നമുക്ക് ഇങ്ങനെ വേരി ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങൾ ഈ വീഡിയോയുടെ ഉത്തരങ്ങൾ, ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ എത്തുന്നത് വരെ താങ്ക് യു.